പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ലിബിയ, ഇന്തോനേഷ്യ. അല്ല, കുറച്ച് നേരം രണ്ടുപേരുടെ ഓരോ രാജ്യങ്ങളുടെ പേരൊക്കെ പറയുന്നത് എന്ത് സംഭവം? അതല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങളുടെ പേര്. അതല്ല, ആകെ 195 രാജ്യങ്ങളുള്ളതിൽ 46 രാജ്യങ്ങൾ മുസ്ലിം മെജോറിറ്റി ഉള്ളതാണ്. അതിൽ തന്നെ 23 രാജ്യങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ആണ്. മുസ്ലിം രാജ്യങ്ങളുടെ പേരൊന്ന് പറയുമായിരുന്നു. അതൊന്ന് പറയായിരുന്നു. ഇസ്ലാമോഫോബിയൊക്കെ തഴച്ചു വളരുമ്പോ അത് വെച്ചിട്ടാണ് സംസാരിച്ചത്. നോട്ട് ചെയ്യണം, 23 ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളാണ്. കാരണം ഇതല്ല, നമ്മൾ ഇനിയും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടേ. അല്ല, അങ്ങനെയല്ല 23 രാജ്യങ്ങൾ ഈ ഇസ്ലാമിക ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മത നിയമങ്ങൾ നടപ്പാക്കുന്ന രാജ്യങ്ങൾ. അതാണ് ഏറ്റവും പ്രസിദ്ധി. അതായത് അവിടെ പാർലമെന്റ് ഇലക്ഷനോ അല്ലെ മറ്റേ ഇലക്ഷനോ ഒക്കെ നടന്നാൽ പോലും മത നിയമങ്ങളാണ് അവിടെ അന്തിമം. ഇപ്പം ഇറാൻ തന്നെ ആലോചിക്കുക, ഒരു വലിയ രാജ്യമാണ്, ആണവ ശക്തിയാണെന്നൊക്കെ പറയുന്നു. അവിടെ പെഷസ്കിയാൻ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട്. പക്ഷേ വാക്കുകൾ അന്തിമമായി അല്ലെ ഡിസിഷൻ അന്തിമമായി എടുക്കുന്നത് എന്ന് പറയുന്നത് അവിടുത്തെ മതാചാര്യനായ അയത്തുള്ള അലി ഖമേനിയാണ്. ഈ അയത്തുള്ള അലി ഖമേനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പാടുപെടുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതിനെതിരെ അവിടെ ജനരോഷം പ്രത്യക്ഷമായി ജനരോഷം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനരോഷത്തെ തണുപ്പിക്കാൻ ഇന്ന് അയത്തുള്ള അലി ഖമേനി അവിടുത്തെ കുറച്ച് വിശ്വാസികളെ പള്ളിയിൽ കാണുന്നു. ഇപ്പം നിലവിൽ അദ്ദേഹം ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് വന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ ഉള്ളൊരു ആഹ്വാനം ചെയ്യാനായിരിക്കും വരുന്നത്. ഇതുപോലെ ഒട്ടനവധി രാജ്യങ്ങളുണ്ട്. ഇപ്പം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിലെ കാര്യം ആലോചിച്ച് നോക്കി. അവിടെ ലോകത്തൊരിടത്തും ഭരണത്തിലില്ലാത്ത ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്ര മതവിശ്വാസികൾ, അവരാണ് ഏറ്റവും കൂടുതൽ വലിയ മതവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇറാനിലും ലബനനിലൊന്നും തുടക്കത്തിലെ ഈ ഇസ്ലാമിക ഭരണകൂടം അല്ലായിരുന്നു. അല്ല, ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള വളരെ ലിബറലായി ജീവിച്ചിരുന്ന ഒരു ജനതയാണ് അവിടെ വരികയായിരുന്നു. അതെ, അതെന്ന് പറഞ്ഞാൽ ഈ ഇത്തരം ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിലൊക്കെ എന്താ പറയുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ദുരിതം അനുഭവിക്കുന്ന രാജ്യത്തെ മുസ്ലിം ജനതയോട് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരെ, ഞങ്ങൾ അഭയം തരാം. അങ്ങനെ പതിയെ പതിയെ വന്ന് ഇന്ന് ഈ ലെബനനിൽ തന്നെ ഈ മുസ്ലിം ആളുകൾ വന്നിട്ട് അവർ ഭൂരിപക്ഷമായ സമയത്ത് അവിടുത്തെ ഭരണാധികാരി ഇവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇത് ജനാധിപത്യപരമൊന്നുമല്ല. അവിടെ ഒരു ഭീകര സംഘടനയായ ഹിസ്ബുള്ളയെ വളർത്തിക്കൊണ്ട് വരുന്നു. ഈ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നതാകട്ടെ ഇറാന്. എന്നിട്ട് അവിടെ പിന്നീട് ഞങ്ങളുടെ ഭരണമാണ്, ഞങ്ങൾ പറയുന്ന കേൾക്കണമെന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ജനത അടിമത്തത്തിലേക്ക് മാറുകയാണ്. ഇത് തന്നെ അഫ്ഗാനിസ്ഥാനിലുണ്ടാകുന്നു, അതുപോലെ തന്നെ സിറിയയിലുണ്ടാകുന്നു. അങ്ങനെ എല്ലായിടത്തും ഈ മുസ്ലിം ഭൂരിപക്ഷമായ ജനങ്ങൾ വന്നാൽ വലിയ പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ എല്ലായ്പ്പോഴും മറ്റ് രാജ്യങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കും. ഇപ്പം ബ്രിട്ടനിലേക്ക് കുടിയേറുന്നു, ഫ്രാൻസിലേക്ക് കുടിയേറുന്നു, അമേരിക്കയിലേക്ക് കുടിയേറുന്നു. അങ്ങനെ ഈ കുടിയേറ്റ ജനതയ്ക്കെതിരെയാണ്. ഇപ്പോൾ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ കുടിയേറ്റക്കാർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ ബ്രിട്ടൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഇങ്ങനെ കുടിയേറി വന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇഷ്ടം പോലെ ബ്രിട്ടനിലുണ്ടായി എന്ന് പറഞ്ഞാൽ ഇനി അതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി അറിയപ്പെടാൻ വലിയ താമസമില്ല. ഫ്രാൻസിലുണ്ടാകുന്നു ഇത്തരം പ്രശ്നങ്ങൾ. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഭൂരിപക്ഷം ഉണ്ടാകാൻ ശ്രമിക്കുന്നത് എന്തിനാ? ഇന്ത്യയെ പോലും ഈ SDPI എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനകൾ പ്രഖ്യാപിച്ചെന്താ 2047 ഇതൊരു ഇസ്ലാമിക ഭരണം. ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത് എന്താ? ജനസംഖ്യ 50%-ലധികം ഇസ്ലാം മതവിശ്വാസത്തിലായാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളായാൽ അവർ പറയുന്ന നിയമം, കാരണം ഇന്ത്യൻ മതാധിപത്യം നിലവിൽ വരുത്തുക, അതായത് ആ രാജ്യത്തെ നിയമങ്ങൾ ഭരണഘടനയൊന്നും അംഗീകരിക്കില്ല. അവർക്ക് ശരീഅത്ത് നിയമം, ഞങ്ങളുടെ മത നിയമം, ഞങ്ങൾ മതഭരണകൂടം, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ വാർ കൊടുമ്പിരി കൊള്ളുക. അപ്പോൾ സൗദി പോലെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരിക്കലും ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ സൗദി എന്ന മുസ്ലിം രാഷ്ട്രത്തിന്റെ കൂടെ നിൽക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വിഭാഗം പ്രേക്ഷകരെങ്കിലും പറയും നമ്മൾ ഇസ്ലാം വിരുദ്ധതയാണ് പറയുന്നത് എന്ന് ചിലരെങ്കിലും ആരോപിക്കും. പക്ഷെ അത് ശരിക്കും നമ്മൾ പറയുന്നത് ഇസ്ലാം വിരുദ്ധതയല്ല, നമ്മളൊരു യാഥാർത്ഥ്യം അല്ല, ഒരു യാഥാർത്ഥ്യം നമ്മൾ ശ്രമിക്കുകയാണ്. അതായത് ഈ സൗദി, ദുബായ് പോലെയുള്ള UAE പോലെയുള്ള രാജ്യങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിരിക്കെ ഇവിടെ ഉള്ള ജനങ്ങൾ ആരും ഈ സൗദി ദുബായിൻ്റെ ഒരു ഫോളോ ചെയ്യാൻ ആരും ശ്രമിക്കുന്നില്ല. പകരം ഇറാനെ സപ്പോർട്ട് ചെയ്യുക, സേവ് ഇറാൻ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ നാട്ടിലെ ഈ മതവിഭാഗക്കാർ ഉയർത്തുന്നത്. അതിന്റെ പിന്നിലുള്ള ഒരു ചേതോ വികാരമേ. രണ്ടും ഇസ്ലാം മത രാജ്യങ്ങളാണ്. പക്ഷെ അവരെന്തുകൊണ്ടായിരിക്കും സൗദിയെ നോക്കാതെ ഇറാനെ മാത്രം നോക്കുന്നത്? ഇപ്പം ഈ മതഭീകരവാദികൾ, ഇസ്ലാം മതഭീകരവാദികൾ പല ക്രൈസ്തവ പള്ളികൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒന്നും തന്നെ ക്രൈസ്തവരുടെ കൂടെ നിൽക്കാതെ അപലപിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഇവർക്കെതിരെയാണ് ആക്രമണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ കരയാൻ ഒരുപാട്, ബംഗ്ലാദേശിൽ പോലും ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ അടിച്ചമർത്തുമ്പോൾ പോലും അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കുണ്ട്.
നമ്മൾ പടിഞ്ഞാറൻ രാജ്യങ്ങളെ അന്ധമായി അനുകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ഒരു ജീവിത നിലവാരം, ഇതൊക്കെ നമ്മൾ അനാവശ്യമായും ആവശ്യമായും അനുകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ആളുകൾക്ക് സ്വതന്ത്രമായി മത്സരിക്കാം, സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുള്ള പോലെ സഞ്ചരിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇതൊക്കെ നമുക്കും അനുകരിക്കാം. പക്ഷേ അത്തരത്തിലുള്ള ആ അനുകരണങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ നടത്തുമെന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു. ശരിയാണ്, ചില രാജ്യങ്ങളിൽ ഈ പറയുന്ന മത നിയമങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ അതൊന്നും ഇല്ല. പക്ഷേ ദുബായ് പോലെയോ ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കുക, അവിടെ ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. മദ്യപിക്കാനുള്ള സൗകര്യമുണ്ട്, ചെറിയ ബിക്കിനി പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സൗകര്യമുണ്ട്, സ്ത്രീക്കും പുരുഷനും നിയമപരമായി അല്ലാതെ നടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അത്തരത്തിലുള്ള ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കാത്ത രാജ്യങ്ങളാണ് ഇപ്പം സൗദി അറേബ്യ, ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യങ്ങളുണ്ട്. പക്ഷേ അവിടെ ലിബറലായിട്ട് ആളുകൾക്ക് ഇടപെടാൻ കഴിയും. നേരത്തെ ഉണ്ടായിരുന്നപ്പം മൂടുപടമൊക്കെ ധരിച്ച് ആളുകൾക്ക് മുന്നോട്ട് പോകാൻ, അതൊക്കെ മാറി സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാനുള്ള സൗകര്യം വന്നു. അപ്പം കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റിക്കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള അറബ് രാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ലെബനനിലെ ഈ ഹൂത്തികൾ, സിറിയയിലെ ഹൂത്തികൾ, ലെബനിലെ ഹിസ്ബുള്ള, ഹമാസ് തീവ്രവാദികൾ, ഇവരൊന്നും നടത്തുന്ന നടപടിയെ ഒരു കാരണവശാലും ഈ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ഈ ഇറാനിലെ ഈ സുന്നി വിഭാഗത്തിനെതിരായി നിൽക്കുന്ന ഷിയകളുടെ പ്രവർത്തനത്തെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിക്കുന്നില്ല. ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ വളർത്താൻ ഇറാനും ലിബിയയും സിറിയയും പോലുള്ള ചില രാജ്യങ്ങൾ ശ്രമിക്കുകയും അവർ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പടർന്ന് പന്തലിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു വിഭാഗം അതിനെ എതിർക്കുന്നവരാണ്. അപ്പം നല്ല രീതിയിൽ ചിന്തിക്കുന്ന, ലിബറലായി ചിന്തിക്കുന്ന ഒരു വിഭാഗവും തീവ്ര മതാനുകൂലികളായ ഒരു വിഭാഗവും എല്ലാ ലോകത്തും നിലനിൽക്കുന്നു. അതാണ് നമ്മൾ കാണുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിനെ പറ്റിയിട്ട് എന്താണ് സിനിമയുടെ അഭിപ്രായം? ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് എന്താണ്? അതൊരു എന്താ പറയുക, ഇരവാദമല്ലേ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് ബംഗ്ലാദേശിൻ്റെ കാര്യം എടുക്കാം. അവിടുത്തെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളെ ഇത്രയും ആക്രമിച്ചിട്ട് അവരെ ഒന്ന് സഹായിക്കാൻ അല്ലെ ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടാൻ അങ്ങനെ ഒരു പിന്തുണയൊന്നും കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ഇന്ത്യയാണ് കുറച്ചെങ്കിലും സഹതാപം അവരോട് നൽകുന്നത്. അതുപോലെ തന്നെ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ, അവർ എന്താണ് മ്യാൻമറിലേക്ക് കടന്നു കയറി ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എന്താ? അവിടുത്തെ ബുദ്ധ മതക്കാരായ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ ആ ന്യൂനപക്ഷത്തെ സഹായിക്കാൻ ആരും വന്നില്ല. അപ്പോൾ എല്ലായിടത്തും മുസ്ലിം മതവിഭാഗത്തിലെ ആളുകൾ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താലോ അല്ലെങ്കിൽ അവർക്ക് നേരെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായാലോ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് വലിയൊരു നെഗറ്റീവ് സൃഷ്ടിക്കാൻ, അതേ ഇരവാദം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് കടന്നു കയറാൻ അവരെ ശ്രമിക്കുന്നു. ഇതിൻ്റെ ബേസിക് കാര്യം എന്താ അറിയാം? ഇവർക്ക് വിദ്യാഭ്യാസം എന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മതവിദ്യാഭ്യാസമാണ്. അത് എല്ലാ മതക്കാരും ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് തീവ്രമായി ചെയ്യുന്ന ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും അവർ കുടിയേറി പാർക്കുകയും പിന്നീട് അവിടുത്തെ ജനസംഖ്യ 50% മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ ഒരു മതരാഷ്ട്രമാക്കുകയും മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഇവർ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റ് മതസ്ഥരൊന്നും വേണ്ട, ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം, ഞങ്ങളുടെ അടിമകളായി നിന്നുകൊള്ളണം. ഇവർ ചെയ്യുന്നത് കോൺകറിലൂടെയാണ്. കടുത്ത രീതിയിലുള്ള ആയുധങ്ങൾ വഴി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. മറ്റേതൊന്ന് ട്രേഡ് വഴിയാണ്, വ്യവസായം വഴി അല്ലെങ്കിൽ മിഷനറീസ് വഴിയൊക്കെ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ലവ് ജിഹാദൊക്കെ ഇതിൻ്റെ ഒരു വേറൊരു വകഭേദമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്ങനെയൊക്കെ ഒരു കൾച്ചറിൽ, ഒരു സംസ്കാരത്തിലേക്ക് ഈ ഒരു ചിന്ത, ഇസ്ലാമിക ചിന്തയെ വളർത്തിയെടുക്കാം, ആ ഒരു സംസ്കാരമാക്കി ഇതിനെ മാറ്റാമെന്നുള്ള നിഗൂഢകരമായിട്ടുള്ള പദ്ധതികൾ പല സ്ഥലങ്ങളിൽ നിന്ന് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ മതാധിപത്യം അവർ പ്രാവർത്തികമാക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെയും, ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോയിൽ കണ്ടതാണ്, സക്കീർ നായിക്, അദ്ദേഹം ഒരു അനാഥ കുട്ടികൾക്ക് സഹായം ചെയ്യുന്ന ഒരു വേദിയിൽ പെൺകുട്ടികളെ വിളിച്ചു മക്കൾ എന്ന് അഭിസംബോധന ചെയ്തു. അത് തെറ്റ്. ആരുടെയെങ്കിലും മക്കളെ നമ്മൾ മക്കളെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പെൺകുട്ടികളെ വേദിയിലിരുത്തി അവർക്ക് സഹായം ചെയ്തു. അപ്പോൾ പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് വരാൻ പോലും പാടില്ല. ഇത് ആദ്യത്തെ കാര്യമല്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും പെൺകുട്ടികളെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അഭിനന്ദിക്കുന്നതിനെ എതിർക്കുകയും അത് പെൺകുട്ടികൾക്കുള്ള അംഗീകാരം നിഷേധിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ മതാധിപത്യം വരുന്നിടത്ത് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുമ്പോഴും നമ്മുടെ നാട്ടിലെങ്കിലും ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലും ആ ഒരു വിഭാഗത്തെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൗദി അറേബ്യ പോലെ MBS അവിടെ കൊണ്ടുവരുന്ന ആ പരിഷ്കാരങ്ങൾ, അതിനെ അംഗീകരിക്കുന്നതിന് പകരം ഈ താലിബാനിസവും അഫ്ഗാൻ
ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഈ അടിച്ചമർത്തൽ, സ്ത്രീകളെ അടിച്ചമർത്തി കൊണ്ടുവരുന്ന ആ മതാധിപത്യത്തിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് പലതിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാം മതത്തിലുള്ള ഒരു പ്രശ്നം എന്താ അറിയോ? ഇസ്ലാം മതത്തിലെ പ്രശ്നം സ്ത്രീകൾ എന്ന് പറയുന്നത് താഴേക്കിടയിലുള്ള ഒരു വിഭാഗം എന്താ വെച്ചാൽ അവർ അടിമകളാണെന്നാണ് പറയുന്നത്. പുരുഷന്മാരുടെ ശാരീരിക മാനസിക സുഖങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഉപകരണങ്ങൾ മാത്രമാണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇവർ സ്വാതന്ത്ര്യം കൊടുക്കാത്തത്. അപ്പോൾ ഈ മതരാഷ്ട്രം ഇവർ കെട്ടിപ്പടുക്കുന്നതിൻ്റെ പ്രധാന കാരണം സ്ത്രീകൾ പാട്ട് പാടുക, നൃത്തം ചെയ്യുക, മറ്റ് ആഹ്ലാദ പരിപാടികൾ പങ്കെടുക്കുക, ഇതിനൊന്നും അവർക്ക് അനുവാദമില്ല. അവർ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല, അവർ പൊതുവേദികൾ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. സ്ത്രീ പുരുഷന്റെ കൂടെ, അതായത് ഭർത്താവിന്റെ കൂടെയോ സഹോദരന്റെ കൂടെയോ പിതാവിന്റെ കൂടെയോ അല്ലാതെ പുറത്ത് സഞ്ചരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കണ്ടല്ലേ, അവിടുത്തെ സംഗീതം പോലും നിരോധിച്ചുകൊണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ഈ മുസ്ലിം മതവിഭാഗത്തിലുള്ളവർ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടെന്നേ. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷൻ മരിക്കുന്നു, അല്ലെ അത് ഒരാളുടെ ഭർത്താവാകാം, അച്ഛനാകാം, സഹോദരനാകാം. ഈ വീട്ടിൽ വെച്ച് ഇത്തരം ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം പള്ളി സെമിത്തേരി, അതായത് ഈ പള്ളിയിൽ ഖബറടക്കുക എന്ന് പറയുന്നത്, ഈ ഖബറടക്കുന്ന സ്ഥലത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പിന്നീട് ഒരു വാർഷിക ചടങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടർ ചടങ്ങുകളുണ്ട്, ഇവിടെയൊന്നും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. എന്തുകൊണ്ട് പ്രവേശനമില്ല? നമ്മൾ ആകെ മാറിയില്ലേ, ലോകം മൊത്തം മാറിയില്ലേ? അപ്പോൾ അതിനനുസരിച്ച് കാഴ്ചപ്പാടിലും വ്യത്യാസം വരുത്താൻ ഇവർക്ക് ധൈര്യമില്ല. അപ്പോൾ ശക്തമായ നിലപാടുകൾ പിന്നെയും സ്വീകരിച്ച ഇന്ത്യയാണ്. ഇപ്പം ഈ പിന്നെ മൊഴി ചൊല്ലുന്ന സമ്പ്രദായമാണ്, മുത്തലാഖ് ഒഴിവാക്കിയില്ലേ? അപ്പൊ അത് നിരോധിച്ചു എന്ന് മാത്രമല്ല, നിയമം മൂലം അവരെ അങ്ങനെ ചെയ്യുന്നവരെ കുറ്റവാളികളാക്കി എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലെ മതത്തിലെ അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെയൊക്കെ തുടച്ചു നീക്കേണ്ട സമയം കഴിഞ്ഞു. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകവ്യാപകമായി അങ്ങനെ തുടച്ചു മാറ്റിയാൽ മാത്രമേ ഈ പറയുന്ന ഇസ്ലാം ആധിപത്യത്തെ ഇല്ലാതാക്കാൻ കഴിയൂ. സൗദി അറേബ്യയിലും ഖത്തറിലും മറ്റു രാജ്യങ്ങളിലൊന്നും ഇത്രത്തോളം കടുത്ത നിയമങ്ങളല്ലല്ലോ. അപ്പോൾ കടുത്ത നിയമങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ സാമ്പത്തികപരമായി സൈനികപരമായി സഹായം ചെയ്ത് ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂത്തികളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിലൂടെയാണ്. ഈ ഒരു അനാചാരം, ഈ തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന നിലപാട്, ഇതൊക്കെ എന്നാണോ മാറുന്നത് അന്ന് മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. റിലീജിയസ് റിവിഷനിസ്റ്റ് ആയിട്ടുള്ള, അതായത് പഴയ മതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് കൂട്ടരുണ്ട്. അവരാണ് ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ വരുത്തി വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചതിൽ പ്രധാന പങ്കാളികൾ ആ മതത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. അതല്ല, ഈ മുത്തലാഖ് ബില്ല് ഈ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് അവരുടെ ജീവിതം സേഫാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒന്നാണ്. പക്ഷെ എന്നാൽ പോലും അവരെ അത് മനസ്സിലാക്കിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ വശമല്ല. കാരണം അവരുടെ പുരുഷന്മാരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ ഭേദഗതി ആയിട്ടാണ് മുസ്ലിം സ്ത്രീകളെ പോലും ഇവർ മനസ്സിലാക്കിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ചെങ്കിലും വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ അത് മനസ്സിലാക്കുകയും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ആവട്ടെ, തീരെ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളെ മാത്രമേ പറ്റിക്കാൻ കഴിയുള്ളൂ. പുതിയ കാലഘട്ടത്തിൽ കുറച്ചെങ്കിലും വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് മനസ്സിലായി ഇനി തങ്ങളെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് അവർ വിദ്യാഭ്യാസം നിഷേധിക്കുന്നത്. ഇപ്പൊ 22 വയസ്സ് വിവാഹപ്രായമാക്കിയപ്പോഴും അതിനെതിരെ എതിർക്കുന്ന ഒരുപാട് പേര് രംഗത്ത് വന്നു. ലീഗ് അടക്കമുള്ളവർ അതിനെതിരായി ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ നമ്മൾ പ്രതിഷേധിക്കുന്നു പറഞ്ഞിട്ട് രംഗത്ത് വന്നു. അപ്പൊ അങ്ങനെ രീതിയിൽ വളരെ പരിഷ്കൃതമായ നിയമമാണ് നമ്മൾ ഇനിയും പിന്തുടരാൻ, ഈ ആധുനിക സമൂഹത്തിൽ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്കെതിരെ എതിർപ്പുകൾ ഉയർന്നുകൊണ്ടേയിരിക്കണം. അവർ ആധുനിക സമൂഹത്തിന് ചേർന്നവരല്ല. അപ്പം അത്തരം രീതിയിലുള്ള എതിർപ്പുകൾ ഉയരുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമോഫോബിയായി പരിഗണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പരിഗണിച്ചോളൂ എന്നാണ് പറയാനുള്ളത്.